വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ UDF-ന് ഐതിഹാസികമായ ഒരു ചരിത്ര വിജയത്തിലേക്ക് കുതിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 102 സീറ്റുകളിലാണ് ഇപ്പോൾ UDF മുന്നേറ്റം തുടരുന്നത്. ഈ ഐതിഹാസികമായ വിജയം നൽകിയ കേരളത്തിലെ ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിജയം ഒരു ചരിത്രപരമായ അനിവാര്യതയായിരുന്നു എന്നതാണ് തെളിയിക്കുന്നത്. കേരള ജനത കഴിഞ്ഞ 10 വർഷം അനുഭവിച്ച ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കണക്കിലെടുത്തുകൊണ്ട് നടത്തിയ ഒരു ജനവിധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ ജനവിധി ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാക്കി മാറ്റുന്നു. ഈ ജനവിധിയെ ആദരവോടെയും ബഹുമാനത്തോടെയും ഞങ്ങൾ കാണുന്നു. വളരെ വിനയത്തോടെ ഈ വിധി നൽകിയ ജനങ്ങളോടുള്ള പ്രത്യേക നന്ദി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ UDF പ്രവർത്തകന്മാർ, നേതാക്കന്മാരും ഒരു മനസ്സോടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്നു. പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രചരണ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുന്നതോടൊപ്പം കേരളത്തിലുടനീളം സഞ്ചരിച്ച് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ 100 സീറ്റ് കിട്ടും എന്ന് ആദ്യം മുതൽ ഞങ്ങൾ എല്ലാവരും വിലയിരുത്തിയതാണ്. 100 സീറ്റിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ പലരും അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങളുടെ അവകാശവാദത്തെ സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് LDF-ന് അതുക്കും മേലെ കിട്ടുമെന്നാണ്. ഇപ്പോഴെന്തുണ്ടായി എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പൊ 10 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ ദുർഭരണം, ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ പരാജയം, അതൊന്നും ഗവൺമെന്റിന്റെ വിധിയെഴുത്തല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു ഇത് കേരള ഗവൺമെന്റിനെതിരായ വിധിയെഴുത്തല്ല എന്ന് പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് 2011-ൽ കിട്ടിയ വിജയത്തിനേക്കാൾ വലിയ വിജയം ഇപ്പോൾ കിട്ടിയപ്പോൾ അതും സർക്കാരിനെതിരായ വിധിയെഴുത്തല്ല എന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു. ഇപ്പോഴത്തെ വിജയമുണ്ടാകുമ്പോഴും ഇനി അതുതന്നെയായിരിക്കും ഇവർ പറയാൻ പോകുന്നത്. ഒരു പാർട്ടി എന്ന നിലയിൽ CPM ഗുരുതരമായ ജീർണത നേരിടുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF പ്രവർത്തകന്മാർ മാത്രമല്ല, വിശ്വാസികൾ മാത്രമല്ല, UDF-നെ പിന്തുണയ്ക്കുന്നവർ മാത്രമല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളും ധാരാളം UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം CPM നേതാക്കന്മാർ UDF-ലേക്ക് വരാനുള്ള താല്പര്യം കാണിച്ചത്. ഐഷ പോറ്റിയിലാണ് ആദ്യം തുടങ്ങിയത്. ഐഷ പോറ്റിയെ പോലെ സമ്മതയായ ഒരു രാഷ്ട്രീയ നേതാവ് അവര് CPM-ൽ രാജിവെച്ച് UDF-ൽ കോൺഗ്രസിൽ ചേരുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് G സുധാകരൻ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത
ത്യാഗധനനായ അഴിമതി രഹിതനായ ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചു. പയ്യന്നൂരിലുണ്ടായ സംഭവം, രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ച പാർട്ടി നേതൃത്വത്തിനും അവിടുത്തെ MLA-ക്കുമെതിരെ സംസാരിച്ച കുഞ്ഞികൃഷ്ണനെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇന്നിപ്പോൾ വിജയത്തിന്റെ പാതയിലാണ് അദ്ദേഹം. തളിപ്പറമ്പിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു സെക്രട്ടറിയും ചെയ്യാത്ത കാര്യമാണ് സ്വന്തം ഭാര്യയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് അദ്ദേഹം ഒഴിയുന്ന സീറ്റിൽ ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചത്. മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ് പുറത്തു വന്ന് കൈപ്പത്തിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. മലമ്പുഴയിലെ ഭൂരിപക്ഷം നിങ്ങൾക്കൊന്ന് വിലയിരുത്താം. CPM-ന്റെ PK ശശിയെ പോലെ പാലക്കാട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംഭാവനകൾ നൽകിയ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അതുപോലെയാണ് നിരവധിയായ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് വന്നു. വാസ്തവത്തിൽ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്നതെല്ലാം രാത്രിയിൽ ഇത് പകലാണെന്ന് പറഞ്ഞാൽ പകലാണെന്ന് പറയുന്ന പാർട്ടി നേതൃത്വമാണ് CPM-നെ ഈ നിലയിൽ എത്തിച്ചത്. ഞങ്ങൾ കൂടുതൽ വിശകലനം പിന്നെ നടത്താം. ഇപ്പോഴാ വിശകലനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയ്ക്കെതിരായി ശബ്ദമുയർത്താൻ ആരും ഉണ്ടായില്ല. പണ്ടൊക്കെ CPI-ക്കാർ ശബ്ദം കാനൻ രാജേന്ദ്രനും വെളിയം ഭാർഗവനും ഉള്ളപ്പോൾ CPI പറയും. ഇപ്പം അതുമില്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കു കാലാകാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന നല്ലൊരു ജനവിഭാഗം ഇത്തവണ UDF-ന് വോട്ട് ചെയ്തു. അവരോടും ഞാൻ നന്ദി പറയുന്നു. ഇത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രമുണ്ടായ ഒരു വിജയമാണെന്ന് ഞാൻ കാണുന്നില്ല. ഈ വിജയത്തിന്റെ പിന്നിൽ ഏറ്റവും ശക്തമായി ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ഈ നമ്മുടെ ഞങ്ങളെ നേതാക്കന്മാരെ മുഴുവൻ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ജയിക്കേണ്ടതിൻ്റെ ആവശ്യകത ചർച്ച ചെയ്ത് ഒരു ടീമായി, ഒരു ടീം UDF-ആയി പ്രവർത്തിക്കാനും പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനും ഒക്കെ നേതൃത്വം ഞങ്ങൾക്ക് നൽകിയ ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെജിയുമാണ്. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ശ്രീമതി സോണിയാഗാന്ധിയുടെ അനുഗ്രഹവും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ 5 ഗ്യാരണ്ടികളും സമയബന്ധിതമായി ഞങ്ങൾ പൂർത്തീകരിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളം മുഴുവൻ നടത്തിയ പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, വലിയ പ്രയോജനമുണ്ടായി. AICC-യുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICC-യുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, ഞങ്ങളുടെ ഒബ്സർവർമാരായി പ്രവർത്തിച്ച സച്ചിൻ പൈലറ്റ് അടക്കം, KJ ജോർജ് അടക്കം, കനയ്യകുമാർ അടക്കമുള്ള ആളുകളും വലിയ തോതിൽ സഹായകരമായി പ്രവർത്തിച്ചു. ഒരു പോസിറ്റീവ് അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ പോസിറ്റീവ് അജണ്ടയെയും ഗ്യാരണ്ടിയെയും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. അല്ലാണ്ട് കേവലം പിണറായി വിജയൻ സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്ത് മാത്രമല്ല, ഞങ്ങൾ മുന്നോട്ട് വെച്ച പോസിറ്റീവ് അജണ്ടയുടെ അംഗീകാരം കൂടിയാണ്. ഞാൻ ദീർഘമായ ഒരു പത്രസമ്മേളനം ആഗ്രഹിക്കുന്നില്ല, കാരണം ഇപ്പം അതിൻ്റെ സമയമല്ല. കൂടുതൽ ചുമതലാബോധത്തോടെയും ഉത്തരവാദിത്ത ബോധത്തോടെയും UDF ഒരുമിച്ച് മുന്നോട്ട് പോകും. ജനാഭിലാഷങ്ങൾ, ജനങ്ങളെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്ന് എല്ലാ നേതാക്കളും പ്രവർത്തകന്മാരും പ്രവർത്തിക്കും. ഈ വിജയത്തിൽ അഹങ്കരിക്കുകയല്ല, ഈ വിജയത്തിൽ കൂടുതൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി KPCC UDF ഒക്കെ ചേർന്ന് വിജയത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം.
അന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഞങ്ങളെ സഹായിച്ച പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞങ്ങളെ സഹായിച്ച കേരളത്തിലെ പത്രമാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ പത്രപ്രവർത്തകർ, ദൃശ്യമാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഓൺലൈൻ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാവരോടും പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നന്ദി കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു മിനിറ്റ്. ഞാനും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ്. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ 6ാം തവണയാണ് ഞാൻ ജനവിധി തേടിയത്. എൻ്റെ മണ്ഡലം പരമ്പരാഗതമായൊരു CPM മണ്ഡലമായിരുന്നു. ഞാനാണ് ആദ്യത്തെ കോൺഗ്രസ് MLA. കേരളം ഉണ്ടായതിനു ശേഷം ആദ്യമായി 1982 ഞാൻ മത്സരിച്ചപ്പോൾ ഞാനായിരുന്നു അവിടുത്തെ MLA ആയി തിരഞ്ഞെടുക്കുക. കോൺഗ്രസ് MLA ആദ്യത്തെ. എനിക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന CBC വാര്യർ സാറ് 6 തവണ പ്രതിനിധീകരിച്ച മണ്ഡലത്തിലാണ് ഞാൻ നിന്നത്. അന്ന് മുൻ മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരൻ എന്നോട് അവിടെ ആവശ്യപ്പെട്ടു. അദ്ദേഹമാണ് എൻ്റെ പേര് അവിടേക്ക് നിർദ്ദേശിച്ചതും എന്നെ അവിടെ നിർത്തി. എനിക്ക് ഭയമുണ്ടായിരുന്നു. 26ാമത്തെ വയസ്സിൽ എന്നെ അവിടെ നിർത്തി വിജയിപ്പിച്ച ജനങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും എൻ്റെ ഭൂരിപക്ഷം കൂട്ടുകയാണ് ചെയ്തത്. 4000 വോട്ട്, 5000 വോട്ട്, പിന്നീട് 10000 വോട്ട്, 13000 വോട്ട്, 18000 വോട്ട്, ഇപ്പോഴെനിക്ക് 23377 വോട്ട് തന്ന് വിജയിപ്പിച്ച ഹരിപ്പാട് മണ്ഡലത്തിലെ ജനങ്ങളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പം ഞാൻ പെട്ടെന്ന് ഈ പത്രസമ്മേളനം നടത്താൻ കയറി. എനിക്ക് അങ്ങോട്ട് പോകണം. കാരണം അവരോട് നന്ദി പറയണമല്ലോ, ഹരിപ്പാട്ടെ ജനങ്ങളോട്. അവരോടുള്ള എൻ്റെ വികാരപരമായ ബന്ധം ഒരു കുടുംബ ബന്ധമാണ് എനിക്ക് എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളോടുള്ളത്. അതിനകത്ത് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഹരിപ്പാട്ടെ ജനങ്ങളുമായി എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ ഞാൻ 10 വർഷമായി ആലപ്പുഴ ജില്ലയിൽ ഞാൻ മാത്രമാണ് UDF MLA. ഇത്തവണ അത് മാറ്റി, അത് ചേർത്തലയും ചെങ്ങന്നൂരായോ ആയിക്കൊണ്ടിരിക്കുക മാത്രമാണ് ഇപ്പം മാവേലിക്കര ഉണ്ടത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളും UDF വിജയിക്കുകയുണ്ടായി. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോരാടണമെങ്കിൽ ഇപ്പം നമ്മളോടൊപ്പം വേറെ MLA-മാരുടെ UDF ഉണ്ട്. അതിനുവേണ്ടി ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളോടും പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഞാൻ ധർമ്മടത്തെ MLA അബ്ദുൾ റഷീദാണ്. ധർമ്മടത്തെ MLA ശ്രീ പിണറായി വിജയനല്ല, അബ്ദുൾ റഷീദാണ്. വാസ്തവത്തിൽ ധർമ്മടം എന്ന മണ്ഡലം വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ജയിച്ചു. 60,000 വോട്ടിനൊക്കെ ഭൂരിപക്ഷം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. അപ്പോൾ അതറിയാമല്ലോ, അവിടുത്തെ MLA സത്യത്തിൽ അബ്ദുൾ റഷീദാണ്. അത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യം. അത് ഞാൻ പറയാൻ അശക്തനാണ്. ഞാനങ്ങനെ വ്യക്തിപരമായി ആരെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തി നൽകിയ ഒരു വിധിയാണ്. അത് ഞങ്ങൾക്ക് അതുകൊണ്ട് അത്തരം ഈ വിജയം കിട്ടിയതിൻ്റെ പേരിൽ ആരെയെങ്കിലും ആക്ഷേപിക്കാനോ അവരെ അപമാനിക്കാനോ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഈ ജനവിധിയെ വളരെ ആദരവോടുകൂടി ജനങ്ങൾ നൽകിയ ജനവിധി കൊണ്ട് മികച്ച ഭരണം UDF ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. അല്ല, അതൊക്കെ AICC ജനറൽ സെക്രട്ടറിയും KPCC പ്രസിഡന്റും ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കും. ഞാൻ ഒരു പ്രചരണ സമിതിയുടെ ചെയർമാനായിരുന്നു. കഴിഞ്ഞ 3 മാസമായി അതിൻ്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയ വ്യക്തിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയാനായി ഇവിടെ നിന്നത്. അല്ല, ഐക്യജനാധിപത്യ മുന്നണി വളരെ സമർത്ഥമായ നിലയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ചെയർമാൻ എന്ന നിലയിൽ അതിനെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, ഘടകകക്ഷികളെ മുഴുവൻ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, അവരുടെ എല്ലാ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട്, അവരുടെ എല്ലാം പരിപാടികൾ കോർഡിനേറ്റ് ചെയ്ത് ഉള്ള ഒരു സംഘടിതമായ കൂട്ടായ പ്രവർത്തനമാണ്. ഈ വിജയം ഒരു കൂട്ടായ നേതൃത്വത്തിൻ്റെ വിജയമാണ്. കേരളത്തിൽ ഒരു കൂട്ടായ വിജയത്തിൻ്റെ നേതൃത്വമാണ്. അതാണ് ശ്രീ രാഹുൽ ഗാന്ധി ഞങ്ങളോട് പറഞ്ഞത്. അദ്ദേഹവും കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെജി ഞങ്ങളെ വിളിച്ച് പറഞ്ഞ ആ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട്
കേരളത്തിൽ ഈ വിജയം കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും കൂട്ടായ നേതൃത്വത്തിനുണ്ടായ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.